സത്യം പറഞ്ഞാൽ ദീപാവലിക്ക് ശേഷം ഒരു നല്ല സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തിട്ട് കാലങ്ങളായി. അതുകൊണ്ട് രാവിലെ തന്നെ കൈക്കങ്ങ് വിറയില്ല എല്ലാ ദിവസവും. പക്ഷേ ഇപ്പോൾ അത് മാറി. കാരണം റിയൽമിയുടെ ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നു. റിയൽമി 10 Pro Plus. റിയൽമിയുടെ നമ്പർ സീരീസിലെ അടിപൊളി സ്മാർട്ട് ഫോണാണ് റിയൽമി 10 Pro Plus. അപ്പോൾ നിങ്ങളേക്ക് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ഇത്രയും അടിപൊളി സ്മാർട്ട് ഫോൺ എന്ന് ഞാൻ പറയുന്നു അല്ലേ? കാരണം ഇത് ആൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തു. ഒരുപാട് സ്മാർട്ട് ഫോൺ പ്രേമികളുടെ പ്രശംസ ആൾറെഡി പിടിച്ചു പറ്റിയൊരു സ്മാർട്ട് ഫോണാണ്. ഇനി പറഞ്ഞു തീർക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഓർക്ക് ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്. റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. സാധാരണ റിയൽമിയുടെ മഞ്ഞ ബോക്സിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്കെല്ലാം വരാം. നമ്മളിവിടെ അൺബോക്സ് ചെയ്യുന്നത് 8GB RAM അതുപോലെ 128GB ഇന്റേണൽ മെമ്മറി വേരിയന്റ് ആണ്. അപ്പോൾ അൺബോക്സ് ചെയ്ത് എന്താണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ഈ ഒരു ഫോണിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ കേട്ടു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മികച്ച പ്രൈസിങ്ങിൽ ഇറക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി 10 Pro Plus. മഞ്ഞ ബ്ലാക്ക് ഇങ്ങനെ രണ്ട് കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഒരു ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ അകത്ത് ഇതുപോലെ മഞ്ഞ ബോക്സിനകത്ത് എ ഗ്രേറ്റ് സ്റ്റോറി സിൻസ് ദ ഫസ്റ്റ് ലീപ്പ് എന്ന് എഴുതിയ റിയൽമി എന്ന് എഴുതിയ ഒരു ബോക്സ്. ഈ ഒരു ബോക്സിനകത്ത് ഇതിൻ്റെ യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ ഇവിടെ സിം ഇജക്ടർ പിൻ ഇരിപ്പുണ്ട്. കൂടാതെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ബ്ലാക്ക് ടോൺ ഉള്ള ഒരു കേസാണ്. മാത്രമല്ല കേസ് തന്നെ വളരെ തിന്നാണെന്ന് മനസ്സിലാവുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആണ്. നല്ല കേസ്. ഇതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. നമുക്ക് അതിനകത്തേക്ക് വരാം. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫീൽ ചെയ്യുന്നു. അതിലേക്ക് വരാം. വേറെ ഉള്ളത് ഈ ഒരു ഫോണിനകത്ത് ഇതുപോലെ ഇതിൻ്റെ ഒരു ചാർജറാണ്. ഓർക്ക് ഇതിനകത്ത് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം വരുന്നത്. പക്ഷേ ഫോൺ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഉള്ളത്. കുഴപ്പമൊന്നുമില്ല. അതുപോലെ ചാർജിങ്ങിനായിട്ട് ഇത്തരത്തിൽ USB Type-C കേബിളാണ് നൽകിയിരിക്കുന്നത്. USB A to C കേബിളാണ് നൽകിയിരിക്കുന്നത്. C to C കേബിൾ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിലൊന്നും അങ്ങനെ C to C കേബിൾ സാധാരണ വരാറില്ല. എനിവേ നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. ഇത്രയാണ് ബോക്സ് കണ്ടന്റ്. ഇനി ഫോണിലേക്ക് വരാം. ഞാൻ സത്യത്തിൽ എക്സൈറ്റഡ് ആണ്. കാരണം നിങ്ങളെപ്പോലെ റിയൽമി 10 Pro Plus എന്ന് പറയുന്ന ഫോൺ ആദ്യമായിട്ട് കാണാൻ പോകുന്നു. ഫോൺ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒറ്റ നോട്ടത്തിൽ നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ കർവ്ഡ് ഡിസ്പ്ലേ നോക്കി. ഈ ഒരു സ്മാർട്ട് ഫോൺ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണുകളുടെ പോലുള്ള ഡിസ്പ്ലേ ആണ്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതിലേക്ക് വരാം. ഇതാണ് സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡ്. ഒരു അടിപൊളി ഡിസൈൻ. ചിലർക്ക് ഒരു പക്ഷേ കളർ ഒരു ഇത്തിരി ഓവർ പോലെ തോന്നും. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ബ്ലാക്ക് കളർ വേരിയന്റ് ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. എന്തിനായാലും നമ്മളിവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ലൈറ്റ് സ്ട്രിപ്പുകളൊക്കെ പാസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാം. ലൈറ്റിന് നേർക്ക് ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കളർ കണ്ടില്ല. ഇങ്ങനെ ലൈറ്റ് പാസ് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റ് ഫ്ലെയേഴ്സ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ കാണാം. ഇവിടേക്ക് വരുമ്പോൾ ചെറിയ ഗ്രെയിനി പാർട്ടിക്കിൾ പോലെ നമുക്ക് അകത്ത് കാണാം. അതായത് നമ്മൾ CD ഒക്കെ എടുത്ത് വെച്ച് നോക്കുന്ന കണക്കുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനത് എടുത്ത് പറയാൻ കാര്യം ഈ കാണുന്ന ഭാഗം ഇവിടുത്തെ ഈ ഒരു ഭാഗത്തിന്റെ സെയിം ഡിസൈനിൽ റിയൽമിയുടെ നേരത്തെ ഒരു സ്മാർട്ട് ഫോൺ വന്നിരുന്നു. 2 സ്മാർട്ട് ഫോണുകൾ വന്നു. എന്ത് തന്നെയായാലും കാണാൻ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഓവറായിട്ട് ബാക്ക് തോന്നുന്നവർക്ക് ബ്ലാക്ക് ഉണ്ട്. അത് ഡീസൻ്റ് ആണ്. സാധാരണ ബ്ലാക്ക് കളറാണ്. ക്യാമറ മൊഡ്യൂൾ ഒരു വലിയ 2 മൊഡ്യൂളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രൈമറി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡറി ടെർഷറി ക്യാമറകൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ബാക്ക് സൈഡും ഇത്തരത്തിൽ എഡ്ജ് കർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നതിന് നല്ല സുഖമാണ്. കാരണം നോക്കി ഈ ഡിസ്പ്ലേയുടെ ഭാഗവും കർവ് ചെയ്ത് പുറത്തേക്ക് വരുന്നു, ബാക്ക് സൈഡും കർവ് ചെയ്ത് വരുന്നു. അപ്പോൾ വളരെ നാരോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹോൾഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. തിക്നെസ് പറഞ്ഞാൽ വെറും 7.78 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ. അതുപോലെ വെയിറ്റ് വെറും 173 ഗ്രാം ഭാരം മാത്രം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയാതെ വയ്യ. എന്ത് തന്നെയാലും ഡിസൈൻ കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇത്തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ കാണുന്ന തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ പൊസിഷനിങ് ഒരു അല്പം താഴ്ഭാഗത്താണ്. കുറച്ചുകൂടെ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയനെ. എന്നിരുന്നാലും വളരെ ക്വിക്കായിട്ട് അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫിംഗർ പ്രിന്റ് ഇതിനകത്ത് എൻറോൾ ചെയ്യുന്നതേ ഉള്ളൂ. എങ്കിലും വളരെ ക്വിക്കായിട്ട് അത് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഡിസൈൻ വൈസിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് പ്ലാസ്റ്റിക് ബാക്ക് ആണ് ഫോണിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗ്ലാസ് ബാക്ക് വരുന്ന ഫോണുകൾ ചുരുക്കം ചിലതുണ്ട്. പക്ഷേ ഇവിടെ പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഫോണിന്റെ വെയിറ്റ് ഇത്രയും കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോഡി കൊടുത്തിരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പോറലുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനോടൊപ്പം വരുന്ന ഈ ഒരു കേസ് ഇട്ട് വേണം ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ. കേസ് ഇടുമ്പോൾ കണ്ടില്ലേ ആ ഒരു കളർ അല്പം മങ്ങുന്ന രീതിയിൽ, അതായത് ഒരു ഡാർക്കിഷ് ആയിട്ടുള്ള കേസാണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. പക്ഷേ കേസ് ഇടുമ്പോഴും നല്ല ഭംഗിയുണ്ട്, കുഴപ്പമില്ല. സ്ക്രാച്ച് ഒഴിവാക്കാനായിട്ട് കേസ് ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത്. അതുപോലെ നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണും, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത്രയും നേരം കയ്യിലൊക്കെ പിടിക്കുമ്പോൾ തന്നെ ബാക്ക് സൈഡിലൊക്കെ ഇത്തരത്തിൽ നല്ല രീതിയിൽ ഫിംഗർ പ്രിന്റ് പതിയുന്നു.
പതിയുന്നുമുണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേ ഒന്നും പറയാനില്ല, അതിമനോഹരം. ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ വരുന്ന മറ്റൊരു സ്മാർട്ട് ഫോൺ കാണില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഇതിന് ഈ കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. കർവ്ഡ് ഡിസ്പ്ലേ ഈ പ്രൈസ് റേഞ്ചിൽ അങ്ങനെ ഒരു സ്മാർട്ട് ഫോണിലും നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ബെസൽലെസ് ഡിസ്പ്ലേ ആണ്. ഈ താഴത്തേക്ക് അരികൾ എന്ന് പറയുന്നത് വളരെ നാരോ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ താഴെ കാണുന്ന ഈ ഒരു ബെസലിന്റെ സൈസ് എന്ന് പറയുന്നത് 2.33 മില്ലിമീറ്റർ ആണ്. അതായത് ആൻഡ്രോയിഡ് ഫോണുകളിലെ ഏറ്റവും വലിയ കില്ലാടിയായിട്ടുള്ള S22 അൾട്ര എടുത്താൽ പോലും അതിന്റെ ചിന്നിനേക്കാൾ സൈസ് കുറവാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ചിഹ്നം എന്നറിയപ്പെടുന്ന ഈ താഴത്തെ ബെസൽ. അത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബെസൽലെസ് ഡിസ്പ്ലേ അനുഭവം നോക്കി. ഈ രണ്ട് സൈഡിലൂടെ കർവ്ഡ് ആയപ്പോഴത്തേക്കും അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. ഇതിന്റെ ഡിസ്പ്ലേക്കാണ് ഇതിന്റെ ഏറ്റവും മാർക്കുകൾ നമ്മൾ വാരികോരി കൊടുക്കേണ്ടത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെതെന്ന് എടുത്തു പറയട്ടെ. 6.7 ഇഞ്ചിന്റെ അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും 10 ബിറ്റ് ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. മാത്രമല്ല 120 ഹെർട്സിന്റെ ഹൈ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്നും വേർതിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് 2160 ഹെർട്സ് ഉള്ള PWM ഡിമ്മിംഗ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത. അപ്പോൾ ഡിസ്പ്ലേയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 950 നിറ്റ്സ് ആണ്. 950 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഓക്കെയാണ് ബ്രൈറ്റ്നസ് എന്ന് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കാര്യത്തിൽ പറയട്ടെ. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലുമുണ്ട് പ്രത്യേകതകൾ. ഇതിനകത്ത് Realme UI 4ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സിൽ ഒരു Realme സ്മാർട്ട് ഫോണിൽ Realme UI 4 വരുന്നത്. മാത്രമല്ല ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 13 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് 13 വിത്ത് Realme UI 4 അത് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന ആദ്യ Realme സ്മാർട്ട് ഫോൺ ആവുകയാണ് Realme 10 Pro Plus. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ബ്ലോട്ട് വേസുകളുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു Realme നല്ലൊരു പ്രൈസിംഗിൽ, വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിംഗിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തിൽ ബ്ലോട്ട് വേസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ മോജ്, ജോഷ്, അതുപോലെ ലിങ്ക്ഡിൻ, ഫോൺ പേ, ഫേസ്ബുക്ക്, ഡെയിലി ഹണ്ട്, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻ ഇതിനകത്ത് കുത്തി നിറയ്ക്കാതെ വരുന്നതാണ് എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഇഷ്ടം. എന്തായാലും ബ്ലോട്ട് വേസുകൾ ഉണ്ട്. എന്തായാലും ഇതിന്റെ ആ ഒരു യൂസർ ഇന്റർഫേസ് കുറച്ച് വ്യത്യാസങ്ങൾ ഇത്തവണ ഈ ഒരു Realme UI 4ലും ആൻഡ്രോയിഡ് 13ലേക്കും വന്നപ്പോൾ മാറിയിട്ടുണ്ട്. മുൻകാല Realme ഫോണുകൾ പോലെയല്ല, മൊത്തത്തിൽ ആ ഒരു ലേഔട്ടൊക്കെ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗി വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ഒരു ക്ലീൻ ലുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. അടുത്തായിട്ട് ഇതിന്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ്. നമുക്കിതിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓഡിയോ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല ഒരു ക്വാളിറ്റി സൗണ്ട് ഉണ്ട്. അതായത് നല്ലൊരു സ്റ്റീരിയോ സെപ്പറേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈറസ് ഓഡിയോ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ഭയങ്കര വോളിയം പ്രതീക്ഷിക്കരുത്. അത് അങ്ങനെയാണ്. നല്ല ക്വാളിറ്റി സൗണ്ട് തരുന്ന സ്മാർട്ട് ഫോണുകൾ ഭയങ്കര ലൗഡ് ആയിരിക്കില്ല. അതേസമയം മോണോ സ്പീക്കറൊക്കെ ആയിട്ട് വരുന്ന സ്മാർട്ട് ഫോണുകൾ ശ്രദ്ധിച്ചറിയും ഭയങ്കര ലൗഡായിരിക്കും, സൗണ്ടിന് ക്വാളിറ്റി കുറവായിരിക്കും, വോളിയം കൂടുതലായിരിക്കും. ഇവിടെ ക്വാളിറ്റി കൂടുതലുണ്ട്, വോളിയം ഓക്കെ, ഭയങ്കര വോളിയം എക്സ്പെക്ട് ചെയ്യേണ്ട. അപ്പോൾ അതാണ് ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയാനുള്ളത്. അടുത്തായിട്ട് വീഡിയോ ക്വാളിറ്റി. വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞാൽ അപാരമായ വീഡിയോ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. നമ്മൾ കണ്ടില്ല, ഇത്തരത്തിൽ ഫുൾ സ്ക്രീനിൽ നമുക്ക് വീഡിയോ കാണുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് നൽകുന്നുണ്ട്. കാരണം ഈ ഒരു ബെസൽലെസ് ഡിസ്പ്ലേ, മാത്രമല്ല കർവ്ഡ് ഡിസ്പ്ലേയും കൂടെ ആയതുകൊണ്ട് തന്നെയും വേറെ ലെവൽ. കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കിയാലേ ആ ഒരു കർവ് അറിയാൻ പറ്റും. അതായത് ആ ഒരു ഇൻക്ലിനേഷൻ വളരെ കൂടുതലാണ്. സ്ലോ ആയിട്ട് ബെൻഡ് ആവുമല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് ബെൻഡ് ആയി ഇരിക്കുന്ന ഒരു ടൈപ്പ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, ഒന്നും പറയാനില്ല. ഡിസ്പ്ലേ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 1080 എന്ന ലേറ്റസ്റ്റ് പ്രോസറിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇതൊരു 6nm പ്രോസറാണ്. അതായത് കുറച്ച് ബാറ്ററി എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസറാണ്. അധികം ബാറ്ററി പെട്ടെന്ന് കൺസ്യൂം ചെയ്യില്ല. മാത്രമല്ല 5,20,000-ലധികം AnTuTu സ്കോർ നൽകുന്ന ഒരു പ്രോസറാണ്. മാത്രമല്ല 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകും. മാത്രമല്ല നമ്മളിപ്പോൾ ഈ ഒരു ഫോൺ ജസ്റ്റ് ഇവിടെ ഉപയോഗിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ആ ഒരു ഹെപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു വൈബ്രേഷൻ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഹെപ്റ്റിക് ഫീഡ്ബാക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും അതും ഗെയിമിങ്ങിന് ഒരു നല്ല എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് സമ്മാനിക്കും. നമ്മൾ ഇവിടെ പരിചയപ്പെടുന്ന ഈ ഒരു ഫോണിനകത്ത് 8GB റാം ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ 8GB എക്സ്റ്റൻഡഡ് റാം കൂടിയുണ്ട്. അതായത് നമുക്ക് മാക്സിമം ഒരു 16GB എഫക്റ്റ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. LPDDR4X റാം ആണ്. അതുപോലെ ഇന്റേണൽ മെമ്മറി ആയിട്ട് ഈ നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഈ ഒരു യൂണിറ്റിന് 128GB
GB ആണ് നൽകിയിരിക്കുന്നത്. അതും UFS 2.2 ആണ്. ഇന്ന് UFS 3.2 ഒക്കെ വരുന്ന സ്മാർട്ട് ഫോണുകൾ ഉണ്ട്. അതുപോലെ LPDDR5 RAM വരുന്ന സ്മാർട്ട് ഫോണുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ UFS 2.2 LPDDR4X ആണെന്നുള്ളത് ഓർക്കണം. എന്നിരുന്നാലും ഓൾ ടൂതർ നമുക്ക് 5,20,000 പുറത്തുള്ള 5-2 സ്കോർ പെർഫോമൻസ് സൈഡിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഇനി എടുത്തു പറയേണ്ടത് ഇതിന്റെ ക്യാമറയെ കുറിച്ചാണ്. ബാക്കിൽ മൊത്തത്തിൽ 3 ക്യാമറകളാണ് നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ. കണ്ടില്ലേ, ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് നല്ല രീതിയിൽ പതിയുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു തുണി അടുത്ത് വെച്ചിരിക്കുകയാണ്, അത് വെച്ച് തുടച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എനിവേ, ബാക്കിൽ 3 ക്യാമറകളാണ് മൊത്തത്തിൽ നൽകിയിരിക്കുന്നത്. 108 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, അതുപോലെ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഒബ്ജക്റ്റും തമ്മിൽ 4 സെന്റിമീറ്റർ വരെ അടുത്ത് കൊണ്ടുവന്ന് മാക്രോ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ക്യാമറ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഡീസന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. കളർ ഒരു അല്പം സാച്ചുറേഷൻ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. ഇനി നമ്മൾ വൈഡ് ആംഗിളിലേക്ക് വരുമ്പോഴും ഒരുവിധം ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മാക്രോ ഷോട്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ഒരു ഇലക്കകത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓരോ ഡീറ്റെയിലിങ്ങും വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ക്യാമറ ഓക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെതെന്ന് പറയട്ടെ. അതുപോലെ 16 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറാണ് ഇത്തരത്തിൽ പഞ്ച് ഹോളിൽ, അതും സെന്റർ പഞ്ച് ഹോളായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സെൽഫി ഫോട്ടോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവിധം നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് സെൽഫി ക്യാമറ. അതുപോലെ ഇതിന്റെ ആ ഒരു സ്കിൻ ടോൺ ഒന്നും അത്ര നാച്ചുറൽ അല്ലെങ്കിലും ഓക്കെ എന്ന് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ക്യാമറയും വിശേഷിപ്പിക്കാം. നമ്മൾ വീഡിയോ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 4K റെസൊല്യൂഷനിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നടന്നുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്റ്റെബിലൈസേഷൻ ഒന്നും ഓൺ ചെയ്തിട്ടില്ല. സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 4Kയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഫുൾ HDയിലേക്ക് സ്വിച്ച് ആകും നമ്മൾ ഈ സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ ഒരു ബാക്ക് ക്യാമറ വീഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു വിഷ്വല് നിങ്ങൾക്ക് ഇപ്പോൾ കാട്ടിത്തരും. അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 1080pയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. ഇതിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നടന്നുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. 1080pയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നല്ല ഹാർഷ് സൺലൈറ്റ് അടിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഫുൾ വ്യൂ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, കുഴപ്പമില്ല. വലിയ തരക്കേടില്ലാത്ത ഒരു ഫ്രണ്ട് ക്യാമറ എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഓർക്കുക, ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടില്ല. ഇതൊരു മിഡ് റേഞ്ച് ആണെന്നുള്ളത് ഓർക്കണം. അതുപോലെ ഇത്തവണ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടില്ല. കഴിഞ്ഞ വർഷം Realme 9 Pro Plusൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിരുന്നു. ഇത്തവണ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടില്ല എന്നതും ഓർമ്മിപ്പിക്കട്ടെ. ക്യാമറ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ഇത്തവണ കുറച്ച് പുതിയ മോഡുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഗ്രൂപ്പ് പോർട്രേറ്റ് എന്ന് പറയുന്ന ഒരു മോഡ് പുതുതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഇത്തരത്തിലൊരു ഡെഡിക്കേറ്റഡ് മോഡ് തന്നെ ക്യാമറ ആപ്പിൽ നൽകിയിരിക്കുന്നു. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഫോണിനുണ്ട്. ഫോണിന്റെ ബോക്സിനോടൊപ്പം ഇത്തരത്തിൽ 80 വാട്ടിന്റെ ചാർജറും നൽകിയിട്ടുണ്ട്. അപ്പോൾ വെറും 17 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 50% ചാർജിംഗിൽ എത്തിക്കാമെന്ന് റിയൽമി അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വെറും 47 മിനിറ്റ് കൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫുൾ ആയിട്ട് ചാർജ് ചെയ്യാം. ഈ ഒരു 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സിം ട്രേ ഏത് ടൈപ്പ് ആണെന്ന് കൂടി നോക്കാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ സിം ട്രേയെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് ഡ്യുവൽ നാനോ സിം കാർഡ് ആണ്. അതായത് മെമ്മറി കാർഡിന്റെ സപ്പോർട്ട് ഇല്ല. സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണുകളിൽ മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സാധ്യമല്ല. ഇവിടെയും കാര്യങ്ങൾ അങ്ങനെയാണ്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 3.5mm ഓഡിയോ ജാക്കും നൽകിയിട്ടില്ല. അപ്പോൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ടൈപ്പ് സി ഹെഡ്സെറ്റ് വേണം ഈ ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം ഉപയോഗിക്കാൻ. എന്ത് തന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് ആണ് അടുത്തായിട്ട് പറയാനുള്ളത്. ട്വിറ്ററിൽ റിയൽമിയുടെ ഇന്ത്യൻ CEO മാധവ് ഷേത്ത് പങ്കുവെച്ച ഒരു വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഉണ്ട്, അനിമേറ്റഡ് ഫോട്ടോ. അപ്പൊ അതിനകത്ത് അവർ കൃത്യമായി പറയുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് 25,000-ൽ താഴെ നിലനിർത്താൻ വേണ്ടി അവർ പരിശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അതിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സൂചന കൊടുക്കുന്നുണ്ട്, ഒരു പ്രൈസ് ഹിന്റ്. ആക്ച്വലി ഈ ഒരു ഫോണിന്റെ വീഡിയോ ചെയ്യുന്ന ഈ ഒരു സമയത്ത് എനിക്ക് ഇതിന്റെ പ്രൈസിംഗ് അറിവായിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ കാണുമ്പോൾ ഇതിന്റെ പ്രൈസ് പുറത്ത് വന്നിട്ടുണ്ടാകും. ഊഹം ശരിയാണെങ്കിൽ ഒരു 25,000, അതായത് 24,999 രൂപയ്ക്ക് ആയിരിക്കും ഒരു പക്ഷേ ബേസ് വേരിയന്റ് വിൽക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. റിയൽമി ആണ്, ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും അഗ്രസീവ് പ്രൈസിംഗിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ജസ്റ്റ് ഈ ഒരു അൺബോക്സ് ചെയ്ത് ഇത്രയും നേരം കയ്യിൽ വെച്ചതിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം പറയട്ടെ, ഞാൻ വീണ്ടും പറയുന്നു, ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ അതാണ് ഫോണിന്റെ ഹൈലൈറ്റ്. അതുപോലെ ഇതിനകത്ത് ഗ്ലാസ് ബോഡി കൊടുത്തെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് തോന്നി. അതുപോലെ ഈ സ്റ്റോറേജ് ടൈപ്പ് ഈ പറഞ്ഞ പോലെ UFS 2.2 LPDDR4X RAM അത് കുറച്ചുകൂടെ
അപ്ഗ്രേഡ് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്നൊരു തോന്നലുണ്ട്. എന്നിരുന്നാലും ഒരു കിഡിലൻ സ്മാർട്ട് ഫോൺ ആണ്. നമുക്കറിയാം റിയൽമി പ്രൈസ് ഡിക്ലെയർ ചെയ്യുന്നത് വളരെ അഗ്രസീവായിട്ടാണ്. അത്തരത്തിൽ മികച്ച പ്രൈസിംഗിലായിരിക്കും എന്തായാലും റിയൽമി 10 Pro Plus വിൽക്കുക. അതുപോലെ ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു, ഈ ഒരു സ്മാർട്ട് ഫോൺ മികച്ച ഒരു വിജയമായിരിക്കും ഇന്ത്യയിൽ. കാരണം ഈ ഒരു ഫോണിന്റെ പ്രൈസ് കാറ്റഗറിയിൽ നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നു. മികച്ച ഡിസ്പ്ലേ അനുഭവം ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു.